നമസ്കാരം സുഹൃത്തുക്കളെ. ഈ നാഗപതി രീതിയിലുണ്ടാക്കിയ തൈകൾ കുരുമുളകിൻ്റെ ശരിക്കും നല്ല കർഷകർക്കൊക്കെ അറിയാം അതിൻ്റെ ഗുണം എങ്ങനെയാണെന്നുള്ളത്. എങ്കിലും അറിയാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൂടി നിൽക്കുന്നത് ഇങ്ങനെയുള്ള തൈകൾക്ക് എന്നൊക്കെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അവർക്കൊരു അറിവിലേക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണിത് കേട്ടോ. അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നാഗപതി രീതിയിലുണ്ടാക്കിയ തൈകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു 35-40 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കട്ട് ചെയ്ത് തന്നെ വെക്കുക. നേരെ പോകുന്നത് കട്ട് ചെയ്ത് പിന്നെ അതിന് ശേഷവും 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് ഒരു 5-6 ആയി വന്നതിന് ശേഷമാണ് പിന്നെയും നമ്മളിത് കൊടുക്കുക. ഏകദേശം ഇവരുടെ കറക്റ്റ് അളവ് ഇത് പറയുകയാണെങ്കിൽ ഒരു 60 ദിവസമെങ്കിലും മിനിമം എടുത്തിട്ടാണ് ഒരു തൈ നല്ല ഹെൽത്തി ആയിട്ടൊരു തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നല്ല പുറത്തോട്ട് വേരൊക്കെ വന്ന് ICAR പറയുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഇത് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇത് നമ്മുടെ ചന്ദ്ര എന്ന് പറയുന്നൊരു മുളക് തൈയാണ് കേട്ടോ. ചന്ദ്രയുടെ തൈകളാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ചന്ദ്രയുടെ തൈകൾ കൊടുക്കാനില്ല. അപ്പോൾ അതിൻ്റെ ലൈസൻസിങ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇതാണ് ഈ നാഗവതി രീതിയിൽ ഉണ്ടാക്കിയ ഉള്ള ഗുണം. ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ പിടിച്ചതാ ഇങ്ങനെ ആക്കിയാൽ പോലും ഈ സാധനം താപ്പോട്ട് വരില്ല. മനസ്സിലായില്ലേ? അനങ്ങില്ല. ഇത് മുഴുവൻ മണ്ണ് മാറ്റി വീണ്ടും റീപോർട്ട് ചെയ്താൽ പോലും ഈ തൈ നശിച്ചു പോവില്ല. അപ്പോൾ ഇതേത് കാലാവസ്ഥയിലും വെള്ളം കെട്ടി നിന്നില്ലെങ്കിൽ ഓവർ മഴയില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നടാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയ മെത്തേഡിൽ ഉണ്ടാക്കിയ തൈകൾ. അപ്പം അതുകൊണ്ട് താരതമ്യേന ഇതിന് ഈ രീതിയിൽ ഉണ്ടാക്കിയ തൈകൾക്ക് കുറച്ച് വില കൂടുതലുണ്ടാവും. വേര് പടലം കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് അനുസരിച്ചാണ് ഈ വിലയുടെ ചെറിയ വേരിയേഷൻസ് വരുന്നത്. അത് ഇനങ്ങൾക്കനുസരിച്ച് ചെറിയ റേറ്റ് വ്യത്യാസങ്ങളൊക്കെ വരും. സ്വാഭാവികമാണ്. ഡിമാൻഡുള്ള ഇനങ്ങൾക്ക് അതേപോലെ കുറച്ച് വില കൂടുതൽ വരും. അപ്പോൾ അത് എല്ലാ കർഷകരും ജസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഓരോരുത്തരോടും നമുക്കിത് പറയാനുള്ളൊരു ഇതുണ്ട്. ചിലർക്കൊന്നും അറിഞ്ഞിട്ടില്ല. അവർ ജസ്റ്റ് കുരുമുളക് ഒരു 100 എണ്ണം വേണം അല്ലെങ്കിൽ 200 എണ്ണം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വില പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത നഴ്സറിയിൽ 30 ആലേ ഉള്ളൂ, 35 ആലേ ഉള്ളൂ.